കേരള ജനക്കൂട്ടം സിംഗിൾസിൻ്റെ ആസ്ഥാന പ്രസിഡൻ്റായിരുന്ന സിഗ്മയായിരുന്ന അർജു അവസാനം കമ്മിറ്റഡ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ അറിയാതിരിക്കാൻ യാതൊരു വഴിയില്ല. കാരണം അർജു കമ്മിറ്റഡായി എന്നറിഞ്ഞ ദിവസം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നിന്ന് കത്തി. അൺഫിൽറ്റേഡ് വിത്ത് അപർണ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അപർണ എന്ന് പറയുന്ന ചേച്ചിയായിട്ടായിരുന്നു കമ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം റീസെൻ്റ്ലി ആണെങ്കിൽ അതേ ചാനലിൽ ഇവർ രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ട് ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. കുറച്ച് നാളുകൾക്ക് മുന്നേ സിഗ്മ എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിരുന്നു അല്ലേ? ഇങ്ങനെ ചുണ്ടൊക്കെ ഇതൊക്കെ കാണിക്കുന്ന ഒരു ട്രെൻഡായിരുന്നല്ലേ? അന്ന് ഈ സിഗ്മയാണ് എന്ന് പറയുന്നത് ഒരു മാസമായിരുന്നു. പക്ഷേ ഇന്ന് സിഗ്മയാണെന്ന് ഒരു ആൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മഴവില്ലാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ഓക്കെ, അതുകൊണ്ട് പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക. പിന്നെ ചില ആളുകൾക്ക് സിഗ്മ എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള ഒരു വിരോധമാണ്, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു വിദ്വേഷമാണെന്ന് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് ഭയങ്കര മോശമായിട്ട് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ മാറാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്തിലെ അർജുനും നമ്മുടെ അപർണ ചേച്ചിക്കൊക്കെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പുള്ളി എപ്പോഴും ഭയങ്കര ഫണ്ണി സ്റ്റോറീസ് ഒക്കെ ഇടുന്ന ആളാണല്ലോ. അപ്പം ഞാൻ ഒരു ലാഫിങ് റിയാക്ഷൻ അയച്ചു. അങ്ങനെ ഞങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ടായി. അതിന് മുന്നേ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല, ഒന്നുമില്ല. ഫോളോ ചെയ്യാൻ തുടങ്ങി, സ്റ്റോറിക്ക് റിപ്ലൈ അയച്ചു. പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു ജാനുവരി, അതായത് 2023 ജാൻ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സൂൺ റിലേഷൻഷിപ്പിലായി. പിന്നെ അങ്ങ് ഇവിടം വരെയൊക്കെ എത്തി, ഇത്രേ ഉള്ളൂ. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞു, ഒഫീഷ്യലായി. അതാണ് ആൾക്കാർ ചോദിക്കും എന്താണ് പറയാത്തതെന്ന്. വീട്ടിൽ പറഞ്ഞാലല്ലേ അതെ 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 ആൾക്കാരോട് പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പറഞ്ഞത് അല്ലേ? ചുറ്റി പ്രണയം കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് അർജു അപർണേച്ചിയൊക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു അച്ഛനും അമ്മയും വീട്ടിലൊക്കെ ഉള്ളപ്പോൾ ലോകത്തുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞതിന് ശേഷമായിരിക്കും വീട്ടിലുള്ള അച്ഛനും അമ്മയും അറിയുന്നത് തൻ്റെ മക്കൾക്കാണെങ്കിൽ ഇതുപോലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ലോകമുള്ള എല്ലാവരും കാണുക ഒരു സ്റ്റോറി, ബ്ലോഗ്, വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം മാത്രം നാട്ടുകാർ എപ്പോഴെങ്കിലും വന്നിട്ട് ഇതെന്താ ഇപ്പം നിൻ്റെ മകനെയാണെങ്കിൽ ഇല്ല പെൺകൊച്ചിൻ്റെ കൂടെ ഒരു വീഡിയോ കണ്ടല്ലോ, അല്ലെങ്കിൽ ഇല്ല പെൺകൊച്ചിനാണെങ്കിൽ ഇല്ല മകൻ്റെ കൂടെ ഒരു വീഡിയോ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവസാനം വീട്ടുകാർ അറിയുന്നത് അല്ലേ? അതേസമയത്ത് ഇവർ ആദ്യം വീട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയയിൽ വന്ന് റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞ് കാണിച്ച ഒരു മനസ്സ് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. കാര്യം എവിടെയെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ ഈ വേൾഡിൽ, ഈ പറയുന്ന ഡിജിറ്റൽ വേൾഡിൽ എവിടെയെങ്കിലുമൊക്കെ ഫാമിലിക്ക് അവർ ആ ഒരു സ്ഥാനം കൊടുക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനം തന്നെയാണ് അല്ലേ? ഇനി ഇവരുടെ ആണെങ്കിൽ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ വരുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ അർജുൻ്റെ അടുത്ത് അപർണച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം അർജു പറയുന്ന മറുപടിയും കൂടെ അവിടെ പ്ലേ ചെയ്യാം. ഞാൻ എന്തിട്ടാലും ആൾക്കാർ സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ല. കോണ്ടന്റ് അതെല്ലാം ഫുള്ള് തമാശയാണ് ആ ചാനൽ. ഇപ്പം വരുന്ന കമൻറ്റ് 100% ആൾക്കാർ തമാശിച്ചിടുന്ന കമൻറ്റാണ്, സർക്കാസമാണ്. കാരണം അവർക്കറിയാം കാര്യങ്ങൾ അവിടെ തീരുന്ന അവിടെ വെച്ചിട്ട് പോകുന്ന കമൻറ്റ്, അതൊക്കെ അല്ല ഒരു ഫണ്ണ്. ആ ചാനൽ അങ്ങനെ നിൽക്കുന്ന ഫണ്ണ് അതുകൊണ്ടാണ്. അങ്ങനെ എല്ലാം ഫണ്ണെന്ന് പറയാനെ കൊണ്ട് വരട്ടെ. കാരണം ഇതിനകത്ത് വരുന്ന കമൻറ്റ് ബോക്സിലെ ചില കമൻസുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഫണ്ണായിട്ടുള്ള രീതിയിൽ തന്നെയല്ല വരുന്നത്. ഞാൻ 2-3 കമൻറ്റ്സ് ഇങ്ങോട്ടേക്ക് വായിക്കാവേ. ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ളത്, ബ്രേക്കപ്പ് ആവുമ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഈ ഉദ്ദേശിച്ചത് മറ്റാരെ പറ്റിയിട്ടല്ല. ഇവിടെയുള്ള ഒരു പ്രമുഖ ബ്ലോഗർ മുമ്പ് തൻ്റെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആ ഒരു ലേഡിയായിട്ട് ഇതുപോലെ വന്നൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു സാഹചര്യത്തിൽ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം വീണ്ടും പുതിയൊരു ആളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നു. അങ്ങനെ മുമ്പുണ്ടായിരുന്ന കാമുകിയുടെ ഒപ്പമുള്ള ആ ഒരു വീഡിയോസൊക്കെ റിമൂവ് ആക്കി കളയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത് ആ ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ് തന്നെയാണ് ഈ ഒരു കമൻറ്റ് ഇട്ടുള്ളത്. അപ്പോഴും ഇവർ റിലേഷൻഷിപ്പ് ആയി എന്നുള്ള സാധനം അറിഞ്ഞതേ ഉള്ളൂ. അതിന് മുന്നേ ഇവർ ബ്രേക്കപ്പ് ആവുന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഈ കമൻറ്റ് ബോക്സിൽ കടന്ന് മെഴുകുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നത് അല്ലേ? അർജുന് കുറച്ചുകൂടി നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നു. അപ്പോഴത്തേക്കിന് മറ്റേ ഈ അമ്മായി വൈബ് ഉണ്ടല്ലോ, തള്ള വൈബ് അടിച്ചു തുടങ്ങി. അർജുന് കുറച്ചുകൂടി നല്ല പെണ്ണ് കിട്ടുമായിരുന്നു. അലിൻ കേനാഥ് അപ്പം തള്ള വൈബല്ല, തന്ത വൈബാണ്. അടുത്തൊരു കമൻ്റ് എന്ന് വെച്ചാൽ മെച്യൂരിറ്റിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയുക, ഇവൾ കുറച്ച് അൺമെച്യൂർഡ് ആയിട്ടാണ് തോന്നിയത്. അതിൻ്റെ ഇടയ്ക്ക് ജഡ്ജ്മെൻറ്റും തുടങ്ങി. ഇവർ ആരാണ് മെച്ചൂർഡ്, ആരാണ് അൺമെച്ചേർഡായിട്ട്, അല്ലെങ്കിൽ ഇമ്മച്ചോർഡായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് തുടങ്ങി. അവരിപ്പോൾ മെച്ചോർഡ് ആയിക്കോട്ടെ ഇമ്മച്ചോർഡ് ആയിക്കോട്ടെ, സോ വാട്ട്, എങ്ങനെയാണെങ്കിലും എന്താണ്. പിന്നെ ഒരു പ്രണയത്തിൽ മെച്ചോർഡ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോർ പരിപാടിയാണ് ഇവിടെ. സീരിയസ്ലി ഒരു പ്രണയത്തിൽ മെച്ചോർഡ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക്
കുറച്ച് നമ്മുടെ ഏറ്റവും വലിയൊരു കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കണം അല്ലേ. ആ പാർട്ട്ണറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറൊപ്പം ഉള്ളപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നിട്ട് കുറച്ച് മെച്യൂരിറ്റി ഒക്കെ കാണിച്ച് നിൽക്കുമ്പോഴത്തേക്കിന് അവർ തമ്മിലുണ്ടാകുന്ന ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോർ പരിപാടിയായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബോറായിട്ട് തുടങ്ങും. പിന്നീട് അത് അവരൊരു വ്യക്തികളിലേക്ക് ആ ഒരു ബോർ എത്തുമ്പോഴത്തേക്കിന് അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം പെയ്യെ നഷ്ടപ്പെട്ടുള്ളൂ. അതിൽ നല്ലതല്ലേ വളരെ ഇമ്മച്ചുവേർഡായിട്ട് ഇന്ന് വളരെ ഫ്രീ ആയിട്ട് ആരെന്ത് പറയുമെന്നൊന്നും ചിന്തിക്കാതെ പരസ്പരം ആ ഒരു സ്നേഹം കാണിക്കാൻ പറ്റുന്ന ഒരു മനസ്സെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. പ്രണയമെന്ന് പറയുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ എത്ര വലിയ മെച്ചുവേർഡായിട്ടുള്ളൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു പ്രണയം എന്ന് പറയുന്ന സാധനം വരുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ ആണെങ്കിൽ അയാൾ ഇമ്മച്ചുവേർഡായിട്ട് പോകും. അതങ്ങനെയാണ്. അതൊരു പ്രണയത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണടേ. അർജുൻ എന്തായാലും തേക്കും. എന്തോന്നടേ ഇത്, അർജുൻ എന്തായാലും തേക്കും. പിന്നെ ഈ പെണ്ണിന് കോൾ അടിച്ചല്ലോ, നല്ലൊരു ചെക്കനെ തന്നെയല്ലേ കിട്ടിയത്. ബട്ട് ഇവർ തമ്മിലൊരു ചേർച്ചയുമില്ല. ഈ പെണ്ണിനെ കണ്ടാൽ നല്ല ഏജ് തോന്നുന്നു, ഏജ് 40K തോന്നുന്നു. അർജുൻ്റെ സെലക്ഷൻ പോരാ. എടാ, നിങ്ങൾ വളർത്തിയ ആളാണോ ഈ പറയുന്ന അപർണ എന്ന് പറയുന്ന ഈ ഒരു ചേച്ചി? അർജു ഈ പറയുന്ന പോലെ എല്ലാം ഫണ്ണി ആയിട്ട് വരുന്ന കമൻസ് ആണ് എന്ന് അർജു പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഇങ്ങനത്തെ കുറേ കാര്യമുണ്ട്. ഇതുപോലെ തന്ത വൈബും തള്ള വൈബും അടിച്ചിരിക്കുന്ന കുറേ വസന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അർജുൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അത്ര തന്നെ. അർജുൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിലായിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അപർണ എന്ന് പറയുന്ന ചേച്ചിയാണെങ്കിൽ ഒരു ആങ്കറാണ്. അപ്പോൾ പുള്ളിക്കാരി ഈ ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്കിന് പുള്ളിക്കാരിക്ക് കിട്ടുന്നത് പുളിങ്കുരുവൊന്നുമല്ല, അതും പൈസ തന്നെയാണ് അല്ലേ. അതൊന്നും മനസ്സിലാക്കാതെ അർജുൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, അതുകൊണ്ടാണ് അപർണ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ എന്തുവാണ്, നിങ്ങൾ ഏത് കാലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? എന്തായാലും ബാക്കിയും കൂടെ കാണാം. പിന്നെന്തായിരുന്നു അർജുൻ്റെ ഹ്യൂമർ സെൻസ് അല്ലാതെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അതെ, ആദ്യമായിട്ട് കണ്ടൊരു ദിവസം മസിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ മുട്ടയടിച്ചിട്ട് വന്നു. മൂന്നാമത്തെ പ്രാവശ്യം കണ്ടത് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട്. അന്ന് ആ മസിൽ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജിമ്മിൽ പോയിരുന്നു, ബാംഗ്ലൂരായിരുന്നു. 15 ദിവസം കൊണ്ട് മസിൽ പോവോ? പിന്നെ ഇനി വേണ്ടല്ലോ. ശരി, ആദ്യമായിട്ട് കാണുമ്പോൾ മസിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല. ഇത് അർജുൻ്റെ കേസ് മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക ആമ്പിളാരും. ഇപ്പം ആമ്പിളാർ മാത്രമല്ല പെമ്പിള്ളാരും ഉണ്ട്. എന്നാലും ഞാനൊരു ആണായതുകൊണ്ടൊരു ആണുങ്ങളുടെ ഒരു സൈഡ് ഞാൻ പറയാതെ, ഇപ്പം നമുക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ വളച്ചൊട്ടിച്ച് മടക്കി നമ്മുടെ വഴിയിലോട്ട് വീഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച പണി 18 നോക്കും. അതിന് നമ്മൾ എന്തെന്നില്ലാത്ത അവളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു ദിവസം ഒരുക്കം, മുഖത്തൊക്കെ ആണെങ്കിൽ നമ്മളുള്ള സാധനങ്ങളൊക്കെ വാരിയിടുന്നു, പിന്നെ മുട്ടിയൊക്കെ സെറ്റ് ചെയ്യുന്നു, നല്ല ഡ്രസ്സ് ഇടുന്നു, നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നു. അങ്ങനെ അവളെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ശ്രമിക്കും ഇല്ലേ. ഈ പറയുന്ന പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ട് കാണിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വേറെ ആളുകളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ചുമ്മാ എന്തെങ്കിലും ഷോയും പേയിലൊക്കെ കാണിച്ച് അവളെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇവളൊന്ന് വളഞ്ഞ് നേരെ കിട്ടിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിറ്റേ ദിവസം തൊട്ട് നമ്മൾ കുളിച്ചില്ലയോ, നനച്ചില്ലയോ, മുഖത്ത് മര്യാദ നോക്കിയില്ലയോ, മുടി ചെയ്യില്ലയോ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. കാര്യം എന്തായാലും അവളുടെ തലയിൽ നമ്മളായിപ്പോയി. ഇനിയിപ്പോൾ അവൾ നമ്മളെ സഹിച്ചേ പറ്റുള്ളൂ അല്ലേ. ആ ഒരു സാധനം വരുമ്പോഴത്തേക്കിന് പിന്നീട് ഈ പറയുന്ന ഒരുക്കവും കാര്യങ്ങളൊന്നും ആദ്യം നമ്മൾ ഇവിടെ ഇമ്പ്രസ് ചെയ്ത് വീഴ്ത്താൻ കാണിക്കുന്ന ആ ഒരു എഫേർട്ട് പിന്നീട് ഉണ്ടാവാറില്ല. പിന്നെ പക്ഷെ ആൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര കുബുദ്ധിയാണ്, ഭയങ്കര വക്രബുദ്ധിയാണ്. കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. ദൈവമേ, ഇതൊക്കെ ട്രോളാവോ ദൈവമേ. അല്ല, ഇതൊക്കെയാണ് തന്നെ. അപ്പം പിന്നെ എന്താ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. പുറത്ത് കാണിക്കില്ലെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. വിട്ടുകളയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകളയുന്ന ആളല്ല. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തുകൊണ്ട് അർജുനെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അർജുനെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ സാധനങ്ങളാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ട്രോൾ വരുമെന്നൊക്കെ അറിഞ്ഞിട്ടും ആ ഒരു ക്രിഞ്ച് എലമെൻറ്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് എത്ര ധൈര്യത്തോടെ ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്നത് അതൊക്കെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അർജു, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരുപാട് സിംഗിൾസിനെ അല്ലെങ്കിൽ സിംഗിൾ ആവാനെ കൊണ്ട് നിങ്ങൾ പ്രേരിപ്പിക്കുകയും പിന്നീട് നിങ്ങളൊരു കമ്മിറ്റഡ് ആവുകയും ചെയ്യുമ്പോഴത്തേക്കിന് കേരള ജനക്കൂട്ടത്തിലെ പല സിംഗിൾസിനും അത് അവർ അസ്വസ്ഥരാണ് സുഹൃത്തെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഫണ്ണായിട്ടാണ് എല്ലാം ചെയ്യുന്നത്, അത് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കും ചിരിയാവുന്നു എല്ലാ ഡയലോഗ് സിനിമ ഡയലോഗ് അല്ലാണ്ട് നീ ഇത് മറ്റേ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ആരുമില്ല. എടാ പൊട്ടാ, നീ എങ്ങനെ ആ സാധനമൊക്കെയാ കൂടുതൽ പോകുന്നത്, അതൊക്കെ കൊണ്ട് ചിരിയാ വരുന്നത്. പിന്നെ എന്നെ അല്ല പറയുന്നത്, അർജുനെ പറയുന്നത്. പിന്നെ എനിക്ക് വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപർണ ചേച്ചി അല്ല പറയുന്നത്, അർജുനെന്ന് ചേച്ചി പറയാൻ വരട്ടെ. ഞാൻ നേരത്തെ വെച്ച കുറച്ച് കമൻസ് ഇല്ലേ,
അതിനകത്ത് ഇപ്പം ചേച്ചിയുടെ അടുത്താണെങ്കിലും ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് നിനക്കെന്താ 40 വയസ്സുണ്ടല്ലോ, നിന്നെ കണ്ടാൽ പറയുമല്ലോ, പിന്നെ നീ അർജുൻ്റെ പൈസ കണ്ടിട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചേച്ചീനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും അതൊരു ഫണ്ണായിട്ട് നല്ലൊരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കുന്നുള്ളൂ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇതിങ്ങനെ അല്ലാത്ത ചില ആളുകളുണ്ട്. കാര്യം ഇങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോഴത്തേക്കിന് അയ്യോ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് കാരണം ലൈഫിൽ എത്രത്തോളം ബാധിക്കുന്ന കുറച്ച് മെൻ്റലി വീക്കായിട്ടുള്ള കുറേ ആളുകൾക്ക് അത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ബാധിക്കാറുണ്ട്. അങ്ങനത്തെ ഇൻസിഡൻസ് നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് ഇത് വളരെ ഫണ്ണായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി സിംഗിൾസ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന സിഗ്മകൾക്ക് കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ട് അർജു കുറച്ച് ടിപ്സ് കൂടെ പറയുന്നുണ്ട്. അതുകൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. സിംഗിൾസിന് കമ്മിറ്റഡ് ആകാനോ? ഞാൻ അത് ഒരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഈ എൻ്റെ പോസ്റ്റ് 2 തരം ആൾക്കാർ കമൻ്റ് ഇടും. ഇവന് പെണ്ണ് കിട്ടത്തില്ലെന്ന്. ആണുങ്ങളുടെ ഇടും, പെണ്ണുങ്ങളുടെ ഇടും. എന്നാൽ ഇവർക്ക് തമ്മിൽ അങ്ങ് മാച്ച് ആയിക്കൂടെ? റിപ്ലൈ കൊടുത്തിട്ട് ഇപ്പോഴും സിംഗിൾസ് ആയിട്ടിരുന്നുകൊണ്ട് സിഗ്മ കളിച്ച് നടക്കുന്ന ആളുകൾക്ക് കമ്മിറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അർജുൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതുപോലെ നിനക്ക് പെണ്ണ് കിട്ടൂലടാന്നും നിനക്ക് പെണ്ണ് കിട്ടൂലടിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമൻ്റ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കമ്മിറ്റഡ് ആവാവുന്നതേ ഉള്ളൂ. പേഴ്സണലി ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കൂ. പേഴ്സണലി ഒന്നുമില്ല. ജിമ്മിൽ പോവുക, മുടി വളർത്തുക, നല്ല ഡ്രസ്സ് ധരിക്കുക, വീഴുന്നത് വരെ. അത് കഴിഞ്ഞ് കുളിച്ചില്ലേലും നനച്ചില്ലേലും കുഴപ്പമില്ല. ഇത്രയുള്ള ടിപ്പ്. ഓക്കെ ഓക്കെ. അപ്പം എല്ലാവരും അല്ല, നന്നായിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ പിള്ളേരോടൊക്കെ പറയുന്നതാണ്. അതുകൊണ്ടല്ല, ഞാൻ അവരൊക്കെ 8ാം ക്ലാസ് മുമ്പ് ആകുമ്പോഴേ ഞാനിപ്പം പറയാറുണ്ട് എല്ലാവരോടും ജിമ്മിൽ പോകും, എല്ലാവരും റെഡിയായി ബോഡിയൊക്കെ റെഡി. കാരണം കോളേജ് ആകുമ്പം അല്ല, ഞാൻ പൊതുവെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ പറഞ്ഞാണ്. നിങ്ങൾ ഒപ്പം കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കോളേജിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് കിടുമായിട്ട് കണക്കാം. അർജു ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം വെച്ചാൽ കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിൽ പറഞ്ഞതാണ്. മീൻസ് ഈ പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് ജിമ്മിലൊക്കെ പോവുകയും നിങ്ങൾക്ക് താടി മീശയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അടിപൊളിയായിട്ടൊക്കെ നിങ്ങൾക്ക് പോകാമെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് ആളുകൾ എടുക്കുന്നത് കുറച്ച് ടോക്സിക് രീതിയിലേക്ക് എടുക്കും. അത് പ്രത്യേകിച്ചും അർജുനെ പോലുള്ള ആളുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് പല ആളുകളുടെയും എന്താ പറയുക ഒരു ഐഡിയലായിട്ട് പല കുട്ടികളിപ്പോൾ കാണുന്നുണ്ട്. ഇവർ പറയുന്ന കുറച്ച് ഈ പറയുന്ന സിഗ്മ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു വിദ്വേഷം എന്നുള്ള രീതിയിൽ ഇവർ തമാശ രീതിയിൽ കാണിക്കുന്ന കുറേ സാധനങ്ങൾ ഇത് കുറേ കുട്ടികൾ എടുക്കുന്നത് ഭയങ്കര ടോക്സിക് രീതിയിലേക്കാണ്. ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു സാധനം പറഞ്ഞിരുന്നു. പല കുട്ടികളാണെങ്കിൽ സിഗ്മ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു വേറൊരു രീതിയിലേക്ക് പോകുന്ന കുറേ ആൾക്കാർ. ഇപ്പം റീസെൻ്റ്ലി ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആരാന്തൊന്നും ഞാൻ പറയുന്നില്ല. ആ പയ്യൻ്റെ അമ്മയാണെങ്കിൽ മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം ഇവർ തമ്മിൽ കുറേ നാളുകളായിട്ട് അകന്നാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ പിണക്കത്തിലാണെന്നല്ല, ഇവർ അകന്നാണ്, ജോലിയുടെ ഭാഗമായിട്ടൊക്കെ അകന്ന് നിൽക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കുറവുകൾ ഈ പയ്യനുണ്ട്. അപ്പോൾ ഇവൻ ഇതുപോലെ അർജു ഇതുപോലെ കമ്മിറ്റഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അർജു കമ്മിറ്റഡ് ആയി, അവൻ ഇത്ര നാൾ സിഗ്മയൊക്കെ അടിച്ചു തന്നിട്ട് വേറെ എന്തോ ഇവനെന്തോ ഇങ്ങനെയൊക്കെ കാണിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് അർജു എന്തോ വലിയ മഹാ അപരാധം ചെയ്ത രീതിയിലാണ് ഈ പയ്യൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എടാ എന്താ അതിനെന്താ നിങ്ങളെ സിഗ്മയല്ലേ എന്നുള്ള രീതിയിൽ തമാശ രീതിയിൽ പറയുമ്പോഴും ഇവൻ ഭയങ്കര സീരിയസ് ആണ്. ഒരു രീതിയിൽ ഇവൻ തമാശ രീതിയിലേക്ക് വരുന്നില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് ഇവൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലൊരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളോട് മൊത്തത്തിൽ ഇവനൊരു വിദ്വേഷമാണ്, എന്തോ ഒരു വൈരാഗ്യമാണ് സ്ത്രീകളോട് മൊത്തത്തിൽ. അപ്പം അങ്ങനെയുള്ള ഇവന് എന്തുകൊണ്ടാണ് ഇവൻ ആ ഒരു മെൻറ്റാലിറ്റി വന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാര്യം അവൻ പഠിക്കുന്നത് ബോയ്സ് സ്കൂളിലാണ്. സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് എന്തോ വളരെ മോശം ആളുകളായിട്ടുള്ള രീതിയിലാണ് അവൻ്റെ മൈൻഡ് ചിന്തിച്ച് വെച്ചേക്കുന്നത്. ഞാൻ അപ്പോഴും അവൻ്റെ അടുത്ത് എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു, ഇവൻ്റെ അമ്മ കൂടെയില്ല. ഒരു നല്ലൊരു അമ്മയുടെ ഒരു പേരൻറ്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവൻ ഈ രീതിയിൽ കാണില്ല എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചോദിച്ചു, എടാ അമ്മ കൂടില്ല എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല, അമ്മ ഇപ്പോൾ കൂടെയില്ല, അമ്മ കുറച്ച് ഡിസ്റ്റൻസിലാണ്, ദൂരത്താണ്, അപ്പം കുറേ നാളായിട്ട് ഇവർ ഒരുമിച്ചല്ല എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത്. അപ്പോഴും എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള പയ്യന്മാരുടെ ഇടയിലേക്ക് ഇപ്പോൾ അർജുൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കിന് ജിമ്മിൽ പോകണം എങ്കിൽ നിങ്ങൾ അടിപൊളിയാവുക എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇതും ഭയങ്കര ടോക്സിക് രീതിയിലേക്ക് ആ കുട്ടികൾ എടുക്കും അല്ലേ. അപ്പോൾ ഈ ജിമ്മിൽ പോകാത്ത അല്ലെങ്കിൽ താടി മീശ ഇല്ലാത്ത അങ്ങനത്തെ കുട്ടികളെന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെന്നും മോശമാണ് എന്നല്ല. ഓക്കെ, അങ്ങനെ അല്ലാത്ത ആളുകളും അടിപൊളിയാണ്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ അടിപൊളിയുണ്ട്. അപ്പം ഒരാളുടെ വ്യക്തിത്വത്തിനും അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡിനും ഒക്കെ അനുസരിച്ചിരിക്കും ഒരാൾ അടിപൊളിയാണോ അല്ലയോ എന്നുള്ളത്. അല്ലാതെ അതിന് ജിമ്മിൽ പോകണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലടേ. കാര്യം അത് മാത്രം നോക്കി ചിന്തിക്കുന്ന പെൺകുട്ടികളാണോ ഇപ്പോൾ ഉള്ളത്? എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണോ? അത് മാത്രം നോക്കി ഇഷ്ടപ്പെടുന്ന ആളുകളാണോ ഉള്ളത്? അല്ലല്ലോ. അപ്പോൾ 3 മാസം മൂത്തതാണ് ഞാൻ, അത്രേ ഉള്ളൂ. ഞാൻ 1996 ഡിസംബർ ആയിപ്പോയി, അർജുൻ 1997 മാർച്ച്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ പക്വതയിൽ എനിക്ക് കുറച്ച് ഇത് തോന്നുമായിരിക്കും. പിന്നെ അർജുനെ കണ്ട വലിയ പ്രായമൊന്നും പറയത്തില്ലായിരിക്കും. എടീ, ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിലാണെങ്കിൽ ആ ഒരു കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പക്വതയുടെ കാര്യം.
എടീ ഈ പ്രണയത്തിൽ ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയാണ്, ഈ പ്രണയത്തിൽ ഈ പക്വത എന്ന് പറയുന്ന ഒരു സാധനം ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണോ? എടീ ഈ പറയുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രണയം ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ 24 മണിക്കൂറും പെരുമാറിക്കൊണ്ടിരുന്ന പ്രണയ ജോഡികൾ നമ്മുടെ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രണയമെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അത് ക്രിഞ്ചാണ്, ക്ലീഷയാണ്, ഇമ്മച്വേർഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അത് ഇമ്മച്വേർഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും പ്രണയമെന്ന് വിളിക്കാൻ പറ്റില്ലടേ. അതിനെ എന്താ പറയുക, ഒരു കരാർ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കംഫർട്ട് സോൺ ആയിരിക്കും നമ്മുടെ പാർട്ണർ. അയാളുടെ അടുത്ത് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇമ്മച്വേർഡ് ആയിട്ട് ഭയങ്കര ഇന്നേരെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കാണിക്കാത്ത ഒരു ഫേസ് നമ്മൾ അവരുടെ മുന്നിൽ കാണിക്കുകയും അത്രയും ഫ്രീഡത്തോടു കൂടി നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് അവിടെ നമ്മൾ ഈ പറയുന്ന മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഒരു പ്രണയത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്നൊന്നും പറയാൻ പറ്റൂലടി. അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഭയങ്കര കോയിൻസിഡൻ്റലി എനിക്ക് തോന്നുന്നു അതായിരുന്നു റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സണെ കണ്ടുപിടിച്ചു എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക അല്ലേ, ഓപ്പണായിട്ട്. ഞാനൊന്നും പറയുന്നില്ല. എന്തോ ഞാൻ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കാത്ത എന്ത് കാര്യം ഇരിക്കുന്നു? ഒന്നുമില്ല, പറ ഒരു കാര്യം പറ. വെറുതെ പറഞ്ഞു. കണ്ട ഇതുപോലെ ഞാൻ ചോദിക്കും, പറയും. അങ്ങനെ പറയുക, അങ്ങനെ സംസാരിക്കുക. എന്താണെങ്കിലും നമ്മൾ ഫേസ് ചെയ്ത് സംസാരിക്കാന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇനി അർജുൻ അതന്നെയാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് കാര്യം. പല റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കാര്യം ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഏതൊരു പ്രണയത്തിൻ്റെ അടിത്തറ ഇളകി തുടങ്ങുന്നത്. അപ്പം ആ ഒരു അടിത്തറയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ടുള്ള കാര്യമാണ്, എല്ലാവരും കീപ്പ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഇപ്പം അർജു ആണെങ്കിലും അപർണേശി ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രണയം എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിനകത്ത് അഭിപ്രായം പറയാനും കമൻറ്റ് ബോക്സിൽ ആളുകളൊക്കെ വരും. അപ്പം നിങ്ങൾ രണ്ടുപേരും അത് ഫണ്ണായിട്ടൊക്കെ രീതിയിലെടുക്കുന്ന ആളുകളായതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ ഈ പറയുന്ന സിഗ്മ ടോക്സിക് രീതിയിലേക്ക് കൊണ്ട് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കി. ഈ പറയുന്ന സ്ത്രീകളുടെ അടുത്ത് നിങ്ങൾ പല ആളുകൾക്കും ഇപ്പുറം ഭയങ്കര ഒരു വിദ്വേഷം, ഭയങ്കര ഒരു വൈരാഗ്യം പോലാണ് ഈ പറയുന്ന ആളുകൾ സിഗ്മ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നത്. നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന തമാശയ്ക്ക് നമ്മൾ സിഗ്മ ചുഗ്മ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊന്നും അല്ലടി. സീരിയസ് ആയിട്ട് അങ്ങനത്തെ നല്ല പ്രശ്നങ്ങളുണ്ട്. കാര്യം ഞാൻ ആ ഒരു പയ്യനെ കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു പയ്യൻ്റെ ഒരു സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം ആ ഒരു സാധനങ്ങളൊക്കെയാണ് ഓരോ വളർന്നു വരുന്ന കുട്ടികൾ എത്രത്തോളം ഇത് അടിച്ചേൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഒരു വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, പിന്നെ അർജു ആൻഡ് അപർണേശി നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക.